ഫസ്റ്റ് തന്നെ ഞാൻ റംദാൻ കരീം. നമ്മള് ഒരു പുതിയ അല്ലേ റമദാൻ മാസത്തിൽ എത്തി നിൽക്കുകയാണ്. എപ്പളും റമദാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാണ് അല്ലേ? എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു വൈബാണ്. ഈ കഴിഞ്ഞ ഒരു 11 മാസത്തെ നമ്മള് ജീവിച്ചിരുന്ന ചുറ്റുപാടുന്നൊക്കെ മാറിയിട്ട് ഒരു 30 ദിവസം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള 30 ദിവസങ്ങൾ. വളരെ പ്രഷ്യസ് ആയ 30 ദിവസങ്ങൾ. പലപ്പോഴും പക്ഷേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു 30 ദിവസം ഫിയസ്റ്റ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ല്ലേ? ആഹ് ഫിയസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ആഘോഷമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ആ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് മാറുന്നുണ്ട്. പലപ്പോഴും റമദാൻ കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന പോലെ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് ഫുഡിന്റെ കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മള് എണ്ണ പലഹാരങ്ങള് അല്ലെ ഫ്രൈഡ് ഫുഡ്സ് ഇതൊക്കെ നമ്മുടെ അടുത്തേക്ക് കേറി വന്നതുകൊണ്ടാണ് റമദാന് ശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് എല്ലാം തന്നെ പറയുന്നത് റമദാന് ശേഷം ഹോസ്പിറ്റലുകളിലും ഒക്കെ ഉള്ള രോഗികളുടെ എണ്ണം ഡബിൾ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം നമ്മുടെ തന്നെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ ഹിസ്റ്ററി എടുത്താൽ തന്നെ നമുക്കറിയാം. ഓരോരോ വർഷം കഴിയുന്തോറും ആളുകളുടെ അല്ലെ ഹെൽത്തിന്റെ ക്വാളിറ്റി കൂടുവാണോ ചെയ്യുന്നത്? അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ റമദാനിലുള്ളതിനെക്കാട്ടും അസുഖങ്ങൾ വന്നതായിട്ട് അടുത്തതിൽ വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഈറ്റിംഗ് പാറ്റേണിൽ വന്ന ഡിഫറൻസ് തന്നെയാണ് അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈലില് നമ്മൾ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിലും പലപ്പോഴും നമ്മളെ കൊണ്ടത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പക്ഷെ നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ട്ടോ. ജീവിതത്തിന് റീടേക്കുകളില്ല. നമ്മളൊന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ആരോഗ്യത്തിന്റെ രംഗത്ത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇന്നത്തെ ഒരു എന്താ പറയാ ടെക്നോളജി വർദ്ധിച്ചിട്ടുണ്ട്. പുരോഗതി വന്നിട്ടുണ്ട്. കുറേ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർ അനുഭവിക്കുന്ന ഈ ഒരു ആരോഗ്യത്തിന്റെ കാര്യത്തിലുള്ള അസുഖങ്ങളായാലും അതൊക്കെ അതേ ലെവലിൽ തന്നെയാണ് ഇപ്പളും കിടക്കുന്നത്. കാരണം എന്താന്നറിയോ? ഇത്രയും അഡ്വാൻസ്ഡ് ആയപ്പോ നമ്മളൊക്കെ ഫാസ്റ്റ് ഫുഡ് സിസ്റ്റത്തിലോട്ടേക്ക് മാറി. കൂടുതലായിട്ട് അല്ലേ? നമ്മുടെ കൾച്ചർ തന്നെ മാറി. നമ്മളെപ്പളും പറയുന്നത് വിദേശ രാജ്യങ്ങളിലാണ് നമ്മള് നോക്കുക. പക്ഷെ അവിടുത്തെ ഫുഡ് ഐറ്റം നിങ്ങളൊന്ന് അറബിക് പീപ്പിൾസിന് ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫുഡ് ചിക്കനും, മീനും, ബീഫും ഒക്കെ ആണെങ്കിൽ കൂടെ അവരതില് അതിന്റെ അത്ര തന്നെ വെജീസ് ആഡ് ചെയ്യുന്നുണ്ട്. സാലഡ്സ് ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇത്തരത്തിൽ അറ്റവും ഇല്ലാത്ത ദുരിതങ്ങളും കാരണങ്ങളും നമുക്ക് കുറേ ഭീഷണികളൊക്കെ വന്ന്. അപ്പൊ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന കുറേ ലക്ഷണങ്ങൾ ഉണ്ടാവും. അല്ലേ? ആ ലക്ഷണങ്ങളൊക്കെ നമ്മള് സില്ലി ആയിട്ട് കാണും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ശരീരം മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര എന്താ പറയാ ഒരു ഹീലിംഗ് പവറോട് കൂടിയാണ്. ഓക്കെ. സെൽഫ് ആയിട്ട് ഹീൽ ചെയ്യാനുള്ള എല്ലാ പവറും ദൈവം പടച്ചോൻ എന്ന് പറയാം. പടച്ചോൻ നമ്മുടെ കയ്യിലോട്ട് തന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരെ ഉണ്ടാക്കിയത്. അതുപോലെയാണോ നമ്മുടെ ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ? അവരൊക്കെ എത്ര പെട്ടെന്നാണ് ഭൂമിയിലേക്ക് പിറന്ന് വീണ് പിറ്റത്തെ ദിവസം അന്ന് തന്നെ കണ്ണ് തുറന്ന് പിറ്റത്തെ ദിവസം തന്നെ നടക്കാനൊക്കെ തുടങ്ങും. പൂച്ചയായാലും അല്ലെ പശുവായാലും പട്ടിയായാലും ഒക്കെ. പക്ഷെ മനുഷ്യന്മാരൊന്ന് മുട്ടിലെഴഞ്ഞ് ല്ലേ കുമ്പിട്ട് അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജിലൂടെ ഒന്ന് ശരിക്കൊന്ന് നടക്കാൻ ഒരു വർഷം എടുക്കും ല്ലേ? അത്രയും നമുക്ക് എല്ലാ കഴിവുകളും സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഹീലിംഗ് പവറും മനുഷ്യനുണ്ട്. അപ്പം ഈ ഒരു മനുഷ്യന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കില്, നമ്മള് തന്നെയാണ് നമ്മുടെ എല്ലാ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാത്തിന്റെയും ആഹ് മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, നമ്മൾ നന്നായിട്ടുണ്ടെങ്കിലും, ചീത്തയായിട്ടുണ്ടൊക്കെ അതിന്റെ ഉത്തരവാദിത്വം നമ്മള് മാത്രമാണ് ട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പാത്രത്തില് വെള്ളം വെച്ച് ബോയിൽ ചെയ്യുന്ന പാത്രത്തില് നമുക്ക് മുട്ടയും ഇട്ട് പൊട്ടറ്റോ ഇട്ട്. മുട്ട എന്താവുന്നേ? അത് ഹാർഡ് ആയിട്ട് വരാണ്. പൊട്ടറ്റോ ആണെങ്കിലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് മാറുന്നത്. അല്ലേ? എന്തുകൊണ്ടാ? രണ്ടും സെയിം വെള്ളത്തിലാണ് ഇട്ടത്. അതിലിടുന്ന സാധനത്തിന്റെ വ്യത്യാസം പോലെയാണ് രണ്ടിന്റെയും ടെക്സ്ചർ മാറുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക്. നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് നമ്മൾ അറിയണം. എന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്റെ അടുത്തോട്ട് വരുന്ന ആൾക്കാര് ലൈഫ് സ്റ്റൈൽ ഈസി ആയിട്ട് അവർക്ക് നിങ്ങൾക്ക് ഒന്ന് മാറാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് മാറാനുള്ള ഒരു വഴിയാണ് ഞാൻ ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. ഓക്കെ. അപ്പം ചെറിയ ചെറിയ അശ്രദ്ധയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ചെറിയ അസുഖങ്ങളൊക്കെ വന്ന് അതില് നമുക്ക് ബോഡി തന്നെ കാണിച്ചു തരുന്ന സിംപ്റ്റംസ് നമ്മൾ ഫോക്കസ് ചെയ്യാതെ വിട്ട് കളഞ്ഞിട്ട്
പിന്നീട് ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴോ അല്ലെ വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും രോഗിയായി മാറുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാറുന്ന അല്ലെ? നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റിക് ആയാലും കൊളസ്ട്രോൾ ആയാലും അല്ലെ ഫാറ്റി ലിവർ, ഹാർട്ട് സംബന്ധമായ അസുഖം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പിന്നെ ബിപി കൂടിയിട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ, അല്ലെങ്കിൽ കിതപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ആദ്യം ആദ്യം കാണിച്ച് ഗ്രാജുവലി അത് കൂടി കൂടി വന്നിട്ടാണ് ഓരോ ഓവർ ദ മന്ത്, ഇയർ ആണ് നമ്മൾ രോഗിയായിട്ട് മാറുന്നത്. ഡോക്ടർ എന്താ പറയാ പോയി കഴിഞ്ഞാൽ മെഡിസിൻ എഴുതി തരും നമ്മളടുത്ത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വറുത്തതും പൊരിച്ചതും കഴിക്കരുത് എന്ന് പറയും. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എക്സർസൈസ് ചെയ്യണം, അല്ലെ നടക്കണം, അല്ലെ ബോഡി വെയിറ്റ് ഒന്ന് കുറക്കണം എന്ന് പറയും. ഇത്രയേ അവര് പറയുള്ളൂ. എങ്ങനെയെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര ലിമിറ്റഡ് സമയമാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് അവർക്ക്, ല്ലേ? അപ്പൊ അത് നമ്മള് തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് ജീവിതത്തില് മാറണം എന്ന ആഗ്രഹമുണ്ട്. നമുക്ക് ആരോഗ്യകരമായിട്ട് മുമ്പോട്ട് പോണമെങ്കിൽ നിങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇത് തിരിച്ചറിവ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് റമദാൻ ചലഞ്ച് കാരണം നിങ്ങളുടെ ഒരു ശരിക്ക് നിങ്ങളെല്ലാം ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റമദാൻ എന്ന് പറയുന്ന ഈ 30 ദിവസം കൊണ്ട് ഒരു മനുഷ്യന് എത്രത്തോളം മാറാൻ പറ്റുമോ, നിങ്ങൾ ഈ 30 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് പുറത്തേക്ക് വരുന്ന ഒരു പുതിയൊരു മനുഷ്യനായിട്ട് മാറണമെന്ന് നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. എന്താന്നറിയോ? ഈ ഒരു സമയത്ത് നമ്മൾ സ്പിരിച്വൽ ആയിട്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിച്വൽസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നമ്മളെ ശരിക്ക് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം തന്നിരുന്ന ഒരു ഒരു റൂട്ട് മാപ്പാണ്. അല്ലെ? വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നിങ്ങൾ നടക്കണം, എങ്ങനെയൊക്കെ നിങ്ങൾ ഉറങ്ങണം, എങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കണം. ഇതൊക്കെ ഒരു മനുഷ്യനെ പെർഫെക്റ്റ് മനുഷ്യനാക്കിയിട്ട് മാറ്റാനുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു മാസത്തില് ഈ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അല്ലേ? പണ്ടൊക്കെ എങ്ങനെയോ ആവട്ടെ. പക്ഷേ ഈ ഒരു റമദാൻ മാസത്തില് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ ഇതൊക്കെ പറയാം. ഞാൻ ആരാണ് എന്ന് ആലോചിക്കുന്ന ചിലരെങ്കിലുണ്ട്. നിങ്ങൾക്കൊക്കെ വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഓണാക്ക് കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ സംസാരിച്ചാ എങ്ങനെ ഇരിക്കും നിങ്ങളടുത്ത്? അല്ലെങ്കിൽ ഈ വീഡിയോ ഓഫ് ആക്കിയിട്ട്, അല്ലേ? വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഓണാക്ക്. നമുക്കൊന്ന് കണ്ട് സംസാരിക്കാം. അപ്പം ഞാൻ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇൻട്രോ തരാട്ടോ. താങ്ക് യു. വീഡിയോ ഓണാക്കിയത്. അപ്പൊ നമ്മളിവിടെ കൂടിച്ചേർന്നിട്ട് ഫുഡ് തന്നെയാണ് ല്ലേ? നമ്മളെ എല്ലാരെയും ഒരുമിച്ചിട്ട് നിർത്തിയത്. ആ ഫുഡ് ഉണ്ടാക്കി നല്ല ടേസ്റ്റില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ച് ഉണ്ടാക്കി കൊടുത്ത് ല്ലേ? കൊടുത്ത് ബാക്കി വന്നത് വേസ്റ്റ് ആക്കണ്ട വെച്ച് പിന്നെയും കഴിച്ചിട്ടൊക്കെ ചില ആൾക്കാർ വണ്ണം വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ പ്രാവശ്യം അതായത് റമദാന്റെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് വണ്ണം കുറക്കലോ, വണ്ണം കൂട്ടലോ ഒന്നും ആയിരിക്കരുത്. നിങ്ങൾ ഹെൽത്തി ആവുക എന്നുള്ളൊരു ഫോക്കസ് മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. ഈ ഒരു എനിക്കറിയാം ഈ ഒരു ടാഗ് ഇട്ടുകൊണ്ട് മാത്രമായിരിക്കും ഹെൽത്തി റമദാൻ അല്ലെ വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് അവിടെ എവിടെയെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും പലരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഒരിക്കലും വണ്ണം കുറക്കലാക്കരുത് നിങ്ങളുടെ ഉദ്ദേശം. ഈ ഒരു 11 മാസം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്ന നമ്മുടെ ഫിറ്റ്നസ് ലെവൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നമ്മുടെ ഒരു റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് കയറ്റിയതാണെന്ന് നിങ്ങൾ കരുതണം. അങ്ങനെ വേണം നിങ്ങൾ ഈ ഒരു റമദാൻ മന്ത് ഈ പുണ്യ പവിത്രമായ ഈ ഒരു മാസത്തെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വലിയും മെന്റലിയും ഒക്കെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിട്ട് തിരിച്ചിറങ്ങി വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്റെ പേര് ഐ എം ദിവിഷ വിബീഷ്. ഐ എം എ റിവേഴ്സ് ലൈഫ് സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ്. ഞാൻ ചെയ്യുന്നത് ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാന്നുള്ളത് വളരെ നമുക്ക് സാധാരണക്കാർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ട്ടോ. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്ത എന്റെ പുസ്തകമാണിത്. ജീവിതം റീചാർജ് ചെയ്യുക എന്നുള്ളത്. ഈ പുസ്തകം വന്നിട്ടുള്ളത് തന്നെ എന്റെ അച്ഛൻ ന്റെ ഓർമ്മകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛനൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നിട്ട് സ്ലോലി പ്രവാസിയായിരുന്നു. ഒരാളുടെ ജീവൻ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമുക്കറിയാലോ. ഒരു ജീവന്റെ വില നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തുനിന്ന് പോയാലാണ് നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവാം. അത്രയും പ്രഷ്യസ് ആണ് നമ്മുടെ ശരീരം. അത് സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്താണ്? റമദാനാണ് ല്ലേ? എന്താണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. എന്നാല് അമിതത്വം അരുത്. നിശ്ചയമായും അമിതമായി പാഴാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അല്ലേ? ഈ വാക്ക് എത്ര പേര് മനസ്സിലോട്ട് എടുത്തിട്ടുണ്ട്? പലപ്പോഴും കൂടുതലായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ
മുഴുവൻ ടൈമും അടുക്കളയിൽ തന്നെയാണ് ല്ലേ? പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യുക, മീൽ പ്രിപ്പറേഷൻസ് ചെയ്യുക. ഇതൊക്കെ കുറച്ച് അധികമായി പോയിട്ടുണ്ട്. അത് അല്ലേ പിന്നെയും പിന്നെയും വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അത്താഴത്തിന് കഴിക്കുക. ഇങ്ങനെയൊക്കെ അമിതത്വം നമ്മുടെ അടുത്ത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അടുത്ത് പറ്റി പോകുന്നുണ്ട് ല്ലേ? പക്ഷേ ഈ ഒരു റമദാൻ മാസം നിങ്ങളത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങളുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ എത്രയും എന്താ പറയാ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഭക്ഷണത്തിനെ കുറിച്ചിട്ട് റമദാൻ ടൈമിലെ ഭക്ഷണത്തെ കുറിച്ചിട്ട് ശരിക്ക് പറയുമ്പോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1/3 റൂൾ ഓഫ് ഈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തില് അല്ലേ? ഈ ഒരു രീതിയില് പ്രൊപ്പോർഷനില് നമ്മള് കാണുമ്പം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രേയേഴ്സിനും കാര്യങ്ങൾക്കും നമ്മുടെ റിച്വൽസിനും തന്നെയായിരിക്കണം. ഭക്ഷണത്തിന്റെ കാര്യത്തില് മിതത്വം പാലിക്കുക, വെള്ളം കുടിക്കുന്നതിന് മിതത്വം കാണിക്കുക. അതേപോലെ തന്നെ നമ്മള് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മള് ഫ്രഷ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രേയേഴ്സ് അല്ലെ തെറാവിയോ അല്ലെങ്കിൽ നമ്മൾ നമസ്കാരമൊക്കെ ചെയ്യുമ്പോൾ അത്രയും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്ക് വെള്ളത്തിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കില് ഓക്കെ. വെള്ളത്തിന്റെ സ്ക്രീൻ ഷെയറിങ് ഞാനൊന്ന് സ്റ്റോപ്പ് ഓക്കെ. ആ ഈ ഈ സ്ലൈഡ് വെച്ചിട്ട് തന്നെ പറയാം. അപ്പൊ നമ്മള് വെള്ളത്തിന്റെ കാര്യം ഫസ്റ്റ് എടുക്കാം. എന്താന്ന് വെച്ചാൽ വെള്ളം എപ്പളും ഞാൻ സംസാരിക്കുമ്പോൾ എപ്പളും വരുന്നത് വെള്ളത്തിന്റെ കാര്യമായിരിക്കും. എന്താന്നറിയോ? അത്രയും ഇമ്പോർട്ടന്റ് ആണ്. വെള്ളത്തിന്റെ കാര്യം പറയുമ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡിയില് ഒരു 60-70% വെള്ളാണ്. നമ്മളത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പറ്റൂല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ദിവസം നമ്മൾ എത്ര വെള്ളം കൊടുത്തിട്ടില്ലെങ്കിലും കൊടുത്താലും നമ്മുടെ ബോഡി അവര് ചെയ്യേണ്ട ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഒരു സെക്കൻഡ് പോലും നിക്കാണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഹൃദയം അല്ലേ? നമുക്കറിയാം എത്രമാത്രം ടൈം ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്. അതേപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളിലൂടെയൊക്കെ ബ്ലഡ് പോകുന്നുണ്ട്. ഓക്സിജൻ പല സ്ഥലത്തും എത്തിക്കുന്നുണ്ട്. ഇതിനൊക്കെ വെള്ളം അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മളിൽ പലരും വെള്ളം കുടിക്കുന്നത് ദാഹിക്കുമ്പോൾ എന്ന സ്റ്റേറ്റിൽ വരെയുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദാഹം എന്ന് പറയുന്നത് വെള്ളം കിട്ടാതെ ബോഡീന്റെ കരച്ചിലാണത് ട്ടോ. ഏറ്റവും എക്സ്ട്രീമിൽ എത്തുമ്പോഴാണ് നമുക്ക് തേഴ്സ്റ്റി ഫീൽ ചെയ്യുന്നത്. ഈ സമയത്ത് മാത്രം വെള്ളം കുടിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചറസ് സോണിലാണ്. ശരിക്കും. ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ളില് ടോർച്ചറിങ് നടക്കാണ്. അതേസമയം നിങ്ങൾ കഴിക്കുന്ന ഫുഡും ഇതേപോലെ തന്നെ കുറച്ചുകൂടെ ജങ്കി ആയിട്ടുള്ള, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഭയങ്കര സ്പൈസി ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ഇതിന്റെ ഉള്ളിന്നൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരാളുണ്ട്. അതിനൊരു പേരിടുവാണെങ്കിൽ പ്രാണശക്തിന്നാറ്റം പറയാം. മൂപ്പര് അല്ലെ ഒരു ക്ലീൻ ചെയ്യുന്ന ഒരാളുണ്ട് ഉള്ളില്. അവരാണ് ഭയങ്കരായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലേ? പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം കിട്ടിയാൽ നമ്മുടെ ബോഡിയൊക്കെ ശരിക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ബ്ലഡ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതൊക്കെ ഒരു വലിയൊരു മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുത്തരും. ഒരു 3ഓ 4ഓ ദിവസം വെള്ളം കുടിച്ച് തുടങ്ങിയ ഒരാൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. സ്കിന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. നമുക്കൊരു എനർജി ലെവല് ശരിക്കും ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി ഫീൽ ചെയ്യും. നമുക്ക് തോന്നിയിട്ടില്ലേ? ഒരു നമ്മള് എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഷുഗർ ഡൗൺ ആയിട്ടുള്ള ഒരാൾക്ക് കുറച്ചൊരു ഉപ്പ് കലക്കിയിട്ട് കൊടുത്താൽ അതാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. ഒരു മെഡിസിൻ ആ സമയത്ത് വർക്ക് ചെയ്യില്ല. അല്ലേ? ഫസ്റ്റ് കിട്ടേണ്ട സാധനം അതെന്താണ്? ആ വെള്ളത്തിന്ന് ഇലക്ട്രോലൈറ്റ്സ് ഉള്ളിലോട്ടേക്ക് പെട്ടെന്ന് കേറി ബോഡീനെ പമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അത്തരത്തിൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് റമദാനിൽ എങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് മിനിമം ഒരു 25 കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് നോർമൽ ഫംഗ്ഷനിങ്ങിന് 1 ലിറ്റർ വെള്ളം വേണം. അതേ സ്ഥാനത്ത് അതേപോലെ തന്നെ വൈസ് വേഴ്സ നമ്മുടെ 90 കെജി ഉള്ളതാണെങ്കിൽ 3 പോയിന്റ് വെള്ളം വേണ്ടി വരും. അതേപോലെ നിങ്ങളുടെ ആക്ടിവിറ്റി ലെവലും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് കണക്കായിട്ട് നമ്മൾ കൂട്ടി കൂട്ടി എടുക്കണം. അപ്പം ഇത്രയും വെള്ളം വേണ്ടുന്ന ഒരാളാണ് നിങ്ങളെന്ന് വിചാരിച്ചോ. അത്ര കൊടുത്തിട്ടില്ലെങ്കിലാണ് ഹാർംഫുൾ ആവുന്നത്. അതെങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം? അപ്പം അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ സമയം നമ്മുടെ മുന്നില് റമദാൻ ടൈമിൽ ഇല്ല. നമ്മുടെ മുമ്പിൽ 14 മണിക്കൂർ അല്ലേ? അല്ലെങ്കിൽ 14.5 മണിക്കൂർ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 14.5 മണിക്കൂർ വരെ നമുക്ക് കിട്ടും. ഈ ഒരു 14.5 മണിക്കൂർ കൊണ്ട് ഫാസ്റ്റ് ചെയ്ത് ഒരാൾക്ക് ഇത്രയുള്ള ലിമിറ്റഡ് സമയത്ത് ബാക്കിയുള്ള കുറച്ച് സമയം കൂടി ഇതേ സെയിം എമൗണ്ട് വെള്ളം തന്നെ നമ്മൾ കുടിക്കണം ആ സമയത്ത്. ഓക്കെ. അപ്പൊ മിനിമം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റും? നോമ്പ് തുറന്ന ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. അല്ലേ? അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇഫ്താറിന്റെ ടൈമില് നമുക്ക് 3 ഗ്ലാസ് 500 എംഎൽ ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 750 എംഎൽ പിന്നെ സുഹൂറിന് എണീറ്റാലും ഒരു 750 എംഎൽ വെള്ളം അല്ലെങ്കിൽ മിനിമം ഒരു 3 ഗ്ലാസ് ഇല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അന്നത്തെ ദിവസത്തെ
നോമ്പ് എന്ന് പറയുന്നത് ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടാവില്ല. ത്രൂ ഔട്ട് ദ ഡേ എനർജറ്റിക് ആയിരിക്കും നിങ്ങൾ. ഓക്കെ. അതേപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് നിങ്ങള് കഴിക്കുന്ന ഫുഡിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. വെള്ളത്തിന്റെ കാര്യത്തിൽ ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമ്മള് നോർമൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം, ഒരു 150 എംഎല്ലിന്റെ കപ്പായിരിക്കുമല്ലോ നോർമൽ ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഗ്ലാസ് വെള്ളം തന്നെ നിങ്ങള് 3 പീസായിട്ട് കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതും ഇരുന്നിട്ട് കുടിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്ഥലത്ത് റിലാക്സ് ചെയ്തിട്ട് വെള്ളം കുടിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഈ വെള്ളത്തിന്റെ ഗ്ലാസ് പ്രത്യേകിച്ചിട്ട് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ അത്രയും ഹോൾ ഡേ വെള്ളത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഈ വെള്ളം ഒരിക്കലും ഭയങ്കര ചൂടുള്ളതാവാൻ പാടില്ല, ഭയങ്കര തണുത്തതാവാൻ പാടില്ല. നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ ബോഡി ആ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് ഫുള്ള് ഡ്രൈ ആയിട്ടാ ഇണ്ടാവാ. ല്ലേ? ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ചൂടുള്ള വെള്ളം വന്നിട്ട് ഒഴിച്ചാ എങ്ങനെ ഉണ്ടാവും? അപ്പൊ തന്നെ അങ്ങ് ഷെയ്ക്ക് ആയി പോകും മൊത്തത്തില്. ഇനി തണുത്തതാണെങ്കിലും സെയിം എഫക്റ്റ് ആണ്. ബോഡിക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് റൂം ടെമ്പറേച്ചറിലോട്ടേക്ക് മാറ്റണം. അതിനേക്കാളും നല്ലതല്ലേ നിങ്ങൾ നോർമൽ ടെമ്പറേച്ചറില് നോർമൽ വെള്ളം കൊടുക്കുന്നത്. അപ്പൊ അത് കുടിക്കുമ്പോ ഇരുന്നിട്ട് സിപ്പ് ചെയ്തിട്ട് 3 പീസായിട്ട് കുടിക്കുകയാന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ അത് മുഴുവനായിട്ടും ബോഡിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ കാര്യം. പിന്നെ വരുന്ന ഒരു കാര്യമാണ് നമ്മള് എപ്പളും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു എന്ത് വെള്ളം കുടിക്കണം. നേരത്തെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇപ്പൊ കുറേ വന്നിട്ടുണ്ട് കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങള് എന്ത് കുടിക്കും എന്നുള്ളത് നമ്മള് എപ്പളും ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റമദാന്റെ സമയത്തുള്ള ഗ്രോസറി ഷോപ്പിംഗ്. എല്ലാരും അല്ലെ നമ്മള് പ്രിപ്പയർ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും റമദാന്റെ സമയത്ത്. ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എന്തൊക്കെയോ അടുപ്പിച്ച് വരാനുള്ള ഒരു സമയമല്ലേ. അപ്പൊ ആ ഒരു ഗ്രോസറി ലിസ്റ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പൊ നോർമൽ ആയിട്ട് ഒരു വീട്ടിൽ ഒരു മാസത്തേക്ക് ഒരു ഒരു അല്ലെ 1 കിലോ പഞ്ചസാര ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. നോമ്പിന്റെ സമയത്താകുമ്പോ അവര് 5 കിലോ വാങ്ങിച്ചു വെക്കും. ജ്യൂസ് ഉണ്ടാക്കണം, സ്നാക്സ് ഉണ്ടാക്കണം അല്ലെ? നിങ്ങളത് നിർത്തുക കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നോർമൽ ഫുഡ് എന്താണോ അതിൽ കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ബോഡീന്റെ ഒരു ഞാൻ പറയുകയാണ് 70-90% അസുഖങ്ങൾ ഈ റമദാൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ റമദാൻ ടൈമിലായിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓട്ടോഫാജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡീനെ ശരിക്കും റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു റമദാൻ 30 മന്ത് നിങ്ങളുടെ റൊട്ടീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു റിച്വൽസ്. ആ ഒരു 30 ദിവസം നമ്മുടെ ബോഡി ഫാസ്റ്റിംഗിലായിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ശരിക്ക് നമ്മളൊരു വർക്ക്ഷോപ്പ് കേറ്റിയ അതേ അവസ്ഥയിലാണ് ഉണ്ടാവുക. രാവിലെ തന്നെ നമ്മള് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ നിങ്ങള് ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ബോഡി അതിന്റെ സ്റ്റോർഡ് ഫാറ്റ് എടുത്തിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്ത ഫുഡ് വെച്ചിട്ട് അവരവരുടെ എനർജി കണ്ടുപിടിക്കും. ഈ ഒരു എനർജി കണ്ടുപിടിക്കുക എന്നുള്ളത് സ്റ്റോർഡ് ഫാറ്റ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബേൺ ചെയ്യാൻ തുടങ്ങി ഓൾറെഡി. എന്തായാലും നമ്മൾ വർക്ക് ചെയ്യുമല്ലോ. രാവിലെ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ട്, ജോലിക്ക് പോകുന്ന ആൾ ജോലിക്ക് പോകുന്നുണ്ടാവും. നമ്മൾ സംസാരിക്കുമ്പോൾ എനർജി വേണം. നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ എനർജി വേണം. എല്ലാത്തിനും എനർജി വേണം. അപ്പം സ്റ്റാർട്ട് യൂസിങ് എനർജി ഒക്കെ. അപ്പോൾ കാലറീസ് ബേൺ ചെയ്യാൻ തുടങ്ങി. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ബോഡിയിൽ നടക്കുന്നത് റിപ്പയറിംഗ് ആണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വെള്ളവും രാത്രിയിൽ വെള്ളമൊക്കെ കൊടുക്കണം പ്രോപ്പർ ആയിട്ട്. സുഹൂർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഈ സമയത്താണ് നമ്മൾ ശരിക്ക് ഒരു കോംപ്ലക്സ് കാർബും പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ള ഒരു ബൗൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് നടക്കൂല കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ്, ഉറക്കം മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയി പ്രയറും കഴിഞ്ഞ് കിടക്കുന്ന ഒരാളാണ്, നോ. എന്ത് ചെയ്യണം? നമ്മള് പ്രോപ്പർ ആയിട്ട് ഉറങ്ങിയിട്ട് വേണം രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും? റമദാൻ ടൈമില് നമ്മള് തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയില് കുറച്ചുകൂടെ എന്താ പറയാ ഒരു നോർമലായിട്ട് നിങ്ങളൊരു 11 മണിക്കോ 12 മണിക്കോ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ കൂടെ റമദാൻ ടൈമില് നിങ്ങൾ നിർബന്ധമായിട്ട് 11 ആകുമ്പോഴത്തേക്ക് കിടക്കാൻ വേണ്ടി 10 മണി ആകുമ്പോഴത്തേക്ക് കിടക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നേരത്തെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 4 മണിക്ക് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു സമയം കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു 6 മണിക്കൂർ സ്ലീപ്പ് കിട്ടും നന്നായിട്ട്. ആ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്ക് ഭയങ്കര എനർജി ആയിരിക്കും. 4 മണിക്ക് എണീച്ചാൽ മാത്രമാണ് എഴുന്നേറ്റ ഉടനെ വെള്ളമൊക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ പോയി വന്ന് ഒരു ഗ്ലാസ് വെള്ളം പോയേ ഉള്ളിലോട്ട്. ബാത്റൂമിലൊക്കെ പോയി വന്ന് നിങ്ങള് ഫുഡൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കിയൊക്കെ വെച്ച് അല്ലേ? അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും നമുക്ക് വേണമെങ്കിൽ കുടിക്കാം. എന്നിട്ട് നമ്മുടെ പ്രയറും കാര്യങ്ങളിലേക്കൊക്കെ സമയം എടുത്തിട്ട് പോകുമ്പം നമുക്ക് പിന്നെയും കുടിക്കാൻ പറ്റും. ആ 3 ഗ്ലാസ് വെള്ളം അതായത് 750 ml വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി പറ്റും. അല്ലേ?
അപ്പൊ ഇതിനൊക്കെ മുന്നേ നിങ്ങൾ പ്രിപ്പയർഡ് ആവണം. ഞാന് ഒരു ജേർണിയിലേക്ക് പോവാൻ പോവാണ്. ഈ ഒരു പവിത്രമായ മാസത്തില് ഞാന് എന്റെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ മാറ്റുന്നത്. ഞാനൊരു പുതിയ മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങും ആ ദിവസം അല്ലെ? ആ ദിവസങ്ങള് 30 ദിവസങ്ങള്. സ്റ്റാർട്ടിങ്ങില് നമുക്ക് ഉണ്ടാവുന്ന അസിഡിറ്റി, ബ്ലോട്ടിങ്, ടയർഡ്നെസ് ഇത്തരത്തിലുള്ള ഒരു 5 ദിവസമൊക്കെ ചില ആൾക്കാരെങ്കിലും പറയുന്നത് കേൾക്കാം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോ ഇതില് ഫുഡിന്റെ കാര്യത്തില് പറയുകയാണെന്നുണ്ടെങ്കില് ആഹ് ഫുഡിന്റെ കാര്യത്തില് നമുക്ക് നമ്മള് ഈ പ്രാവശ്യം നിങ്ങള് ഗ്രോസറി ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങള് നട്ട്സും സീഡ്സും നിർബന്ധമായിട്ടും ആൽമണ്ട്സ്, വാൾനട്ട് ഇത്തരം സംഭവങ്ങൾ അതായത് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഫുഡ് ഐറ്റത്തിൽ വരുന്നതാണ്. ഇതൊക്കെ നിർബന്ധമായിട്ടും വേണം. അതേപോലെ തന്നെ ബാർലി, നമ്മുടെ ആഹ് എന്താണ് അതിന് പറയാ പയറ് വർഗ്ഗങ്ങളില്ലേ? രാജ്മ, നമ്മുടെ മുതിര, വൻപയർ ഇത്തരം ഐറ്റംസ് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടായി കഴിഞ്ഞാലാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബോഡീന്റെ സ്കിന്നിന്റെ ടെക്സ്ചർ വരെ മാറ്റി നമുക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങളും മാറ്റിയെടുക്കണമെങ്കിൽ മെയിന്റനൻസിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വേണം. ഈ ഫ്രൂട്ട്സ് ഒരിക്കലും ഷുഗറുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ അല്ലെങ്കിൽ കഫേന്റെ കൂടെ കഴിച്ചാൽ ചായ, കാപ്പി ഇതിന്റെ കൂടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എഫക്റ്റ് പ്രോട്ടീൻസും മിനറൽസും ഫൈബറും ഒന്നും ബോഡി അബ്സോർബ് ചെയ്യില്ല. മനസ്സിലായോ? അതിന്റെ വാല്യൂ ഇല്ലാതായി പോവും. അപ്പം അത്തരത്തില് നിങ്ങള് കഴിക്കുമ്പോ ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങള് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മള് റെഡ് മീറ്റ് നമുക്കറിയാം റെഡ് മീറ്റ് നമ്മള് കഴിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ഓവറായിട്ട് മസാല ഇട്ടിട്ട് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ് ആയിട്ടും അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക് ആയിട്ടും ഈ ജ്യൂസ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ടെക്സ്ചർ മാറും. അതിന് നിങ്ങൾക്ക് എന്താണോ നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ട് എന്താണോ എടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരിക്കലും അതിന്റെ മീനിങ് ആയിട്ട് അവർക്ക് കിട്ടില്ല. ഓക്കെ. അതൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റണം. അതേപോലെ തന്നെ നിങ്ങള് ഹെൽത്തി ആയിട്ടുള്ള രീതിയില് റൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പം നമ്മുടെ ഒരു ലൈഫാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. നമ്മുടെ എനർജി ലെവലാണ് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ കുട്ടികളുടെ അടുത്തും അല്ലെ? നമ്മള് കഴിക്കുന്നത് കണ്ടിട്ട് വേണം അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കാനും കഴിക്കാനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം വരുന്ന എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസും നമുക്കറിയാം. പ്യുവർ ആയിട്ട് നമുക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാ അസുഖങ്ങളുടെയും മെയിൻ ആയിട്ടുള്ള റൂട്ട് കോസ് ചിലപ്പം അമിതവണ്ണം തന്നെയായിരിക്കാം. അപ്പം എന്തൊക്കെ അസുഖങ്ങളുണ്ടോ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ നമ്മുടെ ബോഡീനെ ഒന്ന് പഠിപ്പിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി മൂവ്മെന്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ കഴിക്കുന്ന ഫുഡുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അസുഖങ്ങൾ അതായത് ഡിപ്രഷൻ ആയാലും ആസ്മ ആയാലും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളായാലും, ബിപി ആയാലും ഇങ്ങനെ കുറെ അസുഖങ്ങൾ. ഇതൊക്കെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത് പ്യൂർലി നമ്മുടെ ഫുഡ് തന്നെയാണ്. നമ്മൾ എത്ര ടാബ്ലറ്റ് അയൺ ടാബ്ലറ്റ് കഴിച്ചാലും നമ്മൾ കഴിക്കുന്ന എന്താ പറയാ ഫ്രൂട്ട്സ്ന്നോ, വെജിറ്റബിൾസ്ന്നോ, ഗ്രെയിൻസ്ന്നോ കിട്ടുന്നതിന്റെ ഒരു 50% കിട്ടും. അത് ആ സമയം കഴിഞ്ഞ് അതിന്റെ വർക്ക് കഴിഞ്ഞു. അത് ഡെഡ് ആയി. മനസ്സിലായോ? അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ട് കിട്ടുന്നില്ല എന്നാണ്. ഇപ്പം വൈറ്റമിൻ ഡിൻ്റെതായാലും, മാഗ്നീഷ്യത്തിൻ്റെതായാലും ഒക്കെ പറയുമ്പോൾ നിങ്ങള് ശരിക്കൊന്ന് നോക്ക്. നമുക്ക് എവിടെ സെർച്ച് ചെയ്താലും അറിയാൻ പറ്റും. ഫുഡ്ന്ന് കിട്ടുന്ന അത്രയും നമ്മളെ മെഡിസിൻന്ന് പോലും അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സുഹൂറില് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സ് എന്ന് വെച്ചാ ഓട്സ് നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്യാം, ഫ്രൂട്ട്സ് ആയിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ എന്തും ആവാം. ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു രാവിലെ സുഹൂറിൽ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അതിന്റെ ആ ഒരു പോർഷൻ നമ്മള് ആഹ് ക ഡിസൈൻ ചെയ്യുന്നത് എപ്പളും ഒരു ചെറിയ ബൗളിൽ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതായിരിക്കണം. ഓക്കെ. ഇനിയിപ്പോ ഒരു തൈരിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തൈര് എന്ന് പറയുന്നത് ഭയങ്കരായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ എന്ത് അസുഖങ്ങൾ ഉണ്ടെങ്കിലും നല്ല ബാക്ടീരിയാസിനെ ഉള്ളിലോട്ടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ തൈരിന് പറ്റും. ഈ തൈര് പോയിട്ട് അവിടെ നമുക്കിപ്പം അസിഡിറ്റി ഉള്ള ആൾക്കാര്, ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് ഏതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ പോസ്റ്റില് കണ്ടല്ലോ. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഈ തൈരില്ലേ, തൈര് കുറച്ചെടുത്തിട്ട് അതില് കുറച്ച് ജീരകവും, കുറച്ച് കറിവേപ്പിലയോ, മല്ലിയിലയോ, ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞാല് അത് ശരിക്ക് വെള്ളം പോലെ ആവുമല്ലോ. ഇത് നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റും. അല്ല ഇത് നിങ്ങൾക്കൊരു ബൗൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള മിക്സ്ഡ്
റെസിപ്പീസും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. വെള്ളത്തിന്റെ ഞാൻ പറഞ്ഞു അല്ലേ. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ഇപ്പം സുഹൂറിൽ കഴിക്കുന്ന ഫുഡുകൾ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല വീട്ടിലെന്ന് വിചാരിച്ചോ, ഫ്രിഡ്ജിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്ത് വെച്ചിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചപ്പാത്തിയെങ്കിലും കാണുമല്ലോ. ആ ചപ്പാത്തിയിലോട്ട് നിങ്ങൾ ഇന്നലത്തെ കറി എന്തെങ്കിലും വെച്ചിട്ട് അതിൽ കുറച്ച് ക്യാരറ്റും കുക്കുംബറിന്റെ സ്ലൈസും വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് അത് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചോറാണെങ്കിൽ ചോറ്, ആ ചോറിന്റെ കൂടെ കുറച്ച് തൈരും എന്തെങ്കിലും വെജീസ് നിങ്ങൾ എപ്പോഴും സുഹൂറിൽ കുറച്ച് കഴിക്കണം. അതേപോലെ തന്നെ സോക്ക് ചെയ്ത ആൽമണ്ട്സ് നിർബന്ധമായിട്ട് ഒരു 5 എണ്ണെങ്കിലും ഡെയിലി കഴിക്കുമ്പോൾ നമുക്ക് ടയർഡ്നെസ് കുറേ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഓട്സ് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓട്സ് ആണ് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുക. അത് നിങ്ങൾ ഇങ്ങനെ കാച്ചി കുടിക്കുന്നതിനെക്കാട്ടും നന്നാവും ഓട്സ് വെച്ചിട്ട് പുട്ടോ ഓംലെറ്റോ ദോശയോ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സോ പുഡിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യും. അങ്ങനെ കുറേ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങള് സിമ്പിളായിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പഴത്തേക്ക് നമുക്ക് ആ ഒരു എനർജി ലെവൽ പെട്ടെന്ന് റൈസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ സാലഡ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ വേവിച്ച ഐറ്റംസ് എങ്ങനെ നമ്മൾ ഈ റമദാൻ മാസത്തില് അല്ലേ പയറ് വർഗ്ഗങ്ങൾ കഴിക്കുമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. കടല, ചെറുപയർ എല്ലപ്പോഴും ഉള്ളതല്ലേ. അത് നമ്മളിങ്ങനെ ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഒരു ചെറിയ പോർഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ എന്ത് കഴിച്ചാലും അത് മൈൻഡ്ഫുൾ ആയിട്ട് ഇഷ്ടത്തോടെ കഴിക്കുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ചേഞ്ച് വേറെ തന്നെയാണ്. അപ്പം ഇതില് 2 വഴികളാണുള്ളത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ നമ്മള് പിന്നെയും ആ ഒരു ജേർണി ബ്രേക്ക് ആയി പോവാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണം. ഹെൽത്തി ആയിട്ട് ഈ റമദാൻ മാസം കൊണ്ടുപോകണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കില് നമ്മുടെ ഫാറ്റ് മെൽറ്റേഴ്സില് ഈ വരുന്ന 10-ാം തീയതി മാർച്ച് 10-ാം തീയതി മുതൽ 21 ദിവസത്തേക്ക് ഉണ്ടാകുന്ന പ്രോഗ്രാമാണിത്. നമ്മുടെ നോമ്പ് തുടങ്ങും മുതൽ 21 ദിവസം മനസ്സിനോടൊപ്പം തന്നെ ശരീരത്തിനെയും പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഒരു ചലഞ്ചായിട്ട് തന്നെയാണ്. നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ ദിവസവും ഡയറ്റ് ചാർട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസും സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഡെയിലി ക്ലാസ് ഇരുന്ന് കേൾക്കാനല്ല, ഞാൻ അവയർനെസ് ഡെയിലി ചെറിയ ചെറിയ ഡോസ് ആയിട്ട് തരുമ്പോൾ നിങ്ങൾ ആ ഒരു 21 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ചേഞ്ചാണ് നിങ്ങളുടെ ബോഡിയിലും നിങ്ങളെ എന്താ പറയുക ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഫുഡ് കഴിക്കാൻ പറ്റുക, എങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. നിങ്ങൾക്കൊരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ദിവസം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഈസി ആയിട്ട്. അങ്ങനെ നമുക്ക് ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരത്തില് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. ശരിക്ക് ഇതിന്റെ റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും ഭയങ്കര വലുതായിരിക്കും. അപ്പം ഞാന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ ഞാൻ പറഞ്ഞു തരേണ്ടത്. ഓക്കെ. അതില് ഡയറ്റ് ചാർട്ട് പറയോ? ഓ തീർച്ചയായിട്ടും 21 ദിവസവും ഡയറ്റ് ചാർട്ട് ഉണ്ടാവും. അപ്പം നാളെ എന്താണ് ഇപ്പം ഈ പറയുന്നത് നമ്മൾ 3-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ കഴിയും. നാളെയാണല്ലേ ഇതൊക്കെ ക്ലോസ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ 5-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. മീൻസ് നിങ്ങളെ ഗ്രൂം ചെയ്ത് എടുക്കണമല്ലോ. പെട്ടെന്ന് ഒരു ദിവസം നാളെ ഡയറ്റ് ചാർട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളുള്ള റുട്ടീന് ചേഞ്ച് ആവുമല്ലേ. നമുക്ക് എന്താ സംഭവിക്കുന്നത് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസമാണ് നോമ്പിലേക്ക് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യും, ക്ഷീണമൊക്കെ തോന്നും. അപ്പം നോമ്പിനേക്കാളും മുന്നേ നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന്റെ പാറ്റേൺ ഒക്കെ മെല്ലെ മെല്ലെ പഠിപ്പിച്ച് സ്ലോ ആയിട്ടാണ് ആ ജേർണിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ 10-ന് തുടങ്ങിയിട്ട് 21 ദിവസങ്ങളിൽ നിങ്ങളെ ഗ്രൂം കറക്റ്റ് ആയിട്ട് പിന്നെ വരുന്ന ഒരു 10 ദിവസം നിങ്ങളുടെ പ്രേയേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ലാസ്റ്റത്തെ 10 എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണല്ലോ. അത് ഞാൻ എടുക്കത്തില്ല. അതിന്റെ മുന്നേ ഉള്ള സമയങ്ങൾ. ഓക്കെ. അപ്പം ഡയറ്റ് ചാർട്ടുകൾ ഉണ്ടാവും, ഗൈഡൻസ് ഉണ്ടാവും, വെള്ളം കുടിക്കേണ്ടത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. അതേപോലെ തന്നെ അത് ചെക്ക് ചെയ്യുന്നുണ്ടാവും, ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ക്ലിയർ ആയോ? ആ എത്ര ഫീ വരുന്ന? ഏതാ ഫീ ഉണ്ടോ? ഫീ? അതെ, അത് പെയ്ഡ് പ്രോഗ്രാം. 21 ദിവസത്തെ പ്രോഗ്രാമിന് 2000 റുപ്പീസ് ആണ് വരുന്നത്. ഫീ ഉണ്ട്, പെയ്ഡ് പ്രോഗ്രാം ആണ്. പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ഓക്കെ. ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ അല്ലെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ പേജിൽ
ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാൻ പറ്റും അത് ഒരു 65 മെമ്പേഴ്സ് ഉള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റി. ഈ പ്രാവശ്യം നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. ഓൾറെഡി ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇനി കുറച്ച് സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹലോ. കഴിഞ്ഞ റമദാനിൽ പങ്കെടുത്തത് റംലത്ത നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ലേനാ? ഈ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 21 ഡേയ്സ് വർക്കൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ? തീർച്ചയായിട്ടും വർക്കൗട്ടും ഉണ്ട് കേട്ടോ. സോറി കേട്ടോ, മൈക്ക് മ്യൂട്ട് ആയിപ്പോയി. വർക്കൗട്ട് ഇൻക്ലൂഡഡ് ആണ്. ഈ പ്രാവശ്യം ലൈവ് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇന്റൻസിറ്റി കൂടിയതല്ലാത്ത രീതിയിൽ ലേഡീസ് ഓൺലി ഗ്രൂപ്പ് ആണ് കേട്ടോ. നമ്മൾ ലേഡീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മളാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എപ്പോഴും അതൊരു ശരിക്കും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ. വേറെ എന്തേലും? ഫുഡ് എന്തൊക്കെയാന്ന് പറയോ? ഓ, കഴിക്കണ്ടേ? അതൊക്കെ കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് ഒക്കെ തരുന്നതായിരിക്കും അവിടെ വെച്ചിട്ട്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മുമ്പോട്ടേക്ക് ഡെയിലി തരുന്നതായിരിക്കും. അപ്പൊ നാളെ ചെയ്യേണ്ടത് ഇന്ന് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മുതലേ ഈ പ്രാവശ്യം ഞാൻ നോക്കട്ടെ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് മീൽ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകും. ഓക്കെ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പാണ്. യെസ്, വാട്സപ്പ് ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമോ ക്ലാസ്സുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റമദാൻ ടൈമിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ വരുന്നത് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അവിടെ മെമ്പർ ആണെങ്കിൽ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സെഷൻ വേറെ ഗ്രൂപ്പിലാണ് നടക്കുക. പെയ്ഡ് മെമ്പേഴ്സിന്റെ വേറെ തന്നെ സെഷനായിട്ട് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇത്ര നേരം എന്നെ കേട്ടിരുന്നതിന്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ജോയിൻ ചെയ്യാം. ഈ റമദാൻ മാസം ഏറ്റവും വണ്ടർഫുൾ ആയിട്ട് മാറട്ടെ. നിങ്ങളുടെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.